അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. أو كظلمات في بحر اللج يغشاه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون. ولله ملك السماوات والأرض وإلى الله المصير. ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഓരോരുത്തരെയും
പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മോട് അങ്ങേയറ്റം കാരുണ്യം വെച്ച് പുലർത്തുന്ന റഹ്മാനായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച്, അവൻ്റെ ആയത്തുകൾ നമ്മോട് പറയുന്നതിനനുസരിച്ച് അവൻ്റെ തൃപ്തി നേടി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ പരിശുദ്ധമായ ആയത്തുകൾ, വാക്യങ്ങൾ അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് ഈമാനോടുകൂടെ മരണം വരിക്കുവാനും ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഈ ഖുർആൻ പഠനത്തിൻ്റെ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി പല രൂപത്തിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായും ശാരീരികമായും സാങ്കേതികമായും വൈജ്ഞാനികമായുമൊക്കെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും ത്യാഗ പരിശ്രമങ്ങളെ വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കണമേ റബ്ബേ. സൂറ അന്നൂറിലെ 38 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഏറ്റവും അവസാനമായി പറഞ്ഞത്, കുറേ നിർദ്ദേശങ്ങളും നിയമങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു വെച്ചത്, അള്ളാഹുവിൻ്റെ പ്രകാശമാണിതെല്ലാം. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന പ്രകാശം അത് പല രൂപത്തിലായിരിക്കും. അയാൾക്ക് ഈ ഭൂമിയിൽ നോക്കിക്കാണാൻ കഴിയുന്ന, സത്യത്തെ കണ്ടെത്താൻ കഴിയുന്ന വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ കൊടുത്തുകൊണ്ടാവാം. പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. മനുഷ്യ ജീവിതത്തിന് അവൻ നിശ്ചയിച്ചെന്ന ആ മാർഗം അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. ഈ പ്രപഞ്ചമഖിലവും അതിൻ്റെ പ്രകാശമുണ്ട്. അത് നിഴൽ വീഴാത്ത പ്രകാശമാണ്, തുല്യതയില്ലാത്ത പ്രകാശമാണ്. എപ്പോഴും വളരെ ശക്തമായി തീവ്രമായ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ തീവ്രമായ രൂപത്തിൽ പ്രകാശിക്കുന്ന ആ പ്രകാശം പോലും ലഭിക്കാതെയായി പോകുന്ന കുറേ ആളുകളുണ്ട്. അത് വേണ്ടെന്ന് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരുട്ടായിരിക്കും. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് മുതൽ 39 വരെ മുതലുള്ള ആയത്തുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കഫറൂ അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വല്ലദീന കഫറൂ, നിഷേധിച്ച ആളുകൾ, സത്യം വിസമ്മതിക്കുവാൻ കൂട്ടാക്കാത്ത ആളുകൾ, നേരത്തെ പറഞ്ഞ പ്രകാശം സ്വീകരിക്കുവാൻ വിസമ്മതിച്ച ആളുകൾ എന്നൊക്കെ പറയാം. വല്ലദീന കഫറു അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ അമലുകൾ, കസറാബിൻ, ക എന്ന് പറഞ്ഞാൽ പോലെയാണ്, സറാബ് പോലെയാണ്. സറാബ് എന്ന് പറഞ്ഞാൽ മരീചിക എന്ന് പറയാം, കാനൽ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിലൊക്കെ വളരെ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് വെയിലിൻ്റെ ശക്തി കാരണം വെള്ളം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതായിട്ട്, ഇങ്ങനെ ഓളം തള്ളുന്നതായിട്ടൊക്കെ തോന്നും ദൂരെ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ അവിടെ എത്തി നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ തോന്നൽ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനാണ് സറാബ് എന്ന് പറയുക, മരീചിക, മിറാഷ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒക്കെ സറാബിൻ, മരീചിക പോലെയാണെങ്കിൽ കാനൽ പോലെയാണ്. എവിടെയുള്ള ബി ഖിയഅത്തിൻ, ഖിയഅത്ത് എന്ന് പറഞ്ഞാൽ മരുഭൂമിക്ക് പറയാം, സമതലമാണ്, നിരപ്പായ ഭൂമിയിൽ. അതുപോലെ താഴ്ന്ന വിധാനത്തിലുള്ള, ചുറ്റുവട്ടത്തുമുള്ള ഭൂമിയിൽ നിന്ന് താഴ്ന്ന വിധാനത്തിൽ സ്ഥിതി ചെയ്യുന്ന നിരപ്പായ തുറസായ സ്ഥലത്തിനാണ് ഖിയഅത്ത് എന്ന് പറയാം. മരുഭൂമി അതിൽപ്പെടും. അപ്പം മരുഭൂമിയിലെ ഒരു മരീചിക പോലെയാണ് എന്ത്, ഈ സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ. നോക്ക്,
വല്ലദീന കഫറൂ അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ. സത്യനിഷേധികൾ അവരുടെ പ്രവർത്തനങ്ങൾ മരുഭൂമിയിലെ ഒരു മരീചിക പോലെയാണ്. യഹ്സബുഹു അല്ലം ആനു. ഹസിബ യഹ്സബു എന്ന് പറഞ്ഞാൽ വിചാരിക്കുക, തോന്നുക. യഹ്സബുഹു അതിനെ പറ്റിയിട്ട് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ കാനൽ കാണുമ്പോൾ, ആ മരീചിക കാണുമ്പോൾ ഇവന് തോന്നുന്നു. ആർക്ക്? അല്ലം ആനു. ലമ എന്ന് പറഞ്ഞാൽ ദാഹമാണ്. ലം ആൻ ദാഹാർത്തനായ മനുഷ്യൻ. ദാഹാർത്തനായ ഒരാൾക്ക് അത് കാണുമ്പോൾ തോന്നും മാ ആ വെള്ളമാണെന്ന് തോന്നും. ദാഹിച്ച മനുഷ്യൻ തേടുന്നത് ഏറ്റവും പ്രാഥമികമായിട്ട് അവന് വേണ്ടത് വെള്ളമാണ്. വെള്ളം എവിടെ കിട്ടുക എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന മരീചിക കാണുമ്പോൾ അവന് തോന്നും ഇത് വെള്ളമാണ്. ഹത്താ ഇദാ ജാഅഹു, അങ്ങനെ അവൻ അതിൻ്റെ അടുത്ത് വന്നപ്പോൾ, ഹത്താ അങ്ങനെ ഇദാ ജാഅഹു അവൻ അതിൻ്റെ ആ സറാബിൻ്റെ അടുത്ത് എത്തിയപ്പോഴോ, ലം യജിദ്ഹു ഷൈഅ, ലം യജിദ്ഹു അവൻ അവിടെ കണ്ടില്ല, ഷൈഅ ഒന്നും തന്നെ, യാതൊന്നും കാണുന്നില്ല. നേരത്തെ ഉള്ളൊരു തോന്നല, ദൂരെ കണ്ടപ്പോൾ വലിയ വെള്ളം ഇങ്ങനെ ഓളം തള്ളുന്നതായിട്ട് തോന്നി. ഓടിച്ചെന്ന് കിതച്ച് ചെന്ന് പോയി നോക്കിയപ്പോൾ ലം യജിദ്ഹു ഷൈഅ, യാതൊന്നും അവൻ അവിടെ കണ്ടില്ല. എന്ന് മാത്രമല്ല വജദല്ലാഹ ഇൻദഹു, അവൻ അവിടെ കണ്ടു, അതിനടുത്ത് കണ്ടു, അള്ളാഹുവിനെയാണ് കണ്ടത്. വജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബഹു. അപ്പോൾ അള്ളാഹുവിനെ കണ്ടപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഫവഫാഹു, അപ്പോൾ അവന് തീർത്തു കൊടുത്തു. വഫാ യുവഫി എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കി നൽകുക അല്ലേ? നമ്മൾ വഫാത്ത് എന്ന് പറയല്ലോ, മരിക്കാൻ പൂർണ്ണമായിട്ട് ആളങ്ങോട്ട് എടുക്കുന്നതിന് വഫാത്ത് എന്ന് പറയാം, തുവുഫിയ എന്ന് പറയും. ഫവഫാഹു, അങ്ങനെ അവൻ എന്നുവെച്ചാൽ അള്ളാഹു അയാൾക്ക് കൊടുത്തു, പൂർണ്ണമാക്കി കൊടുത്തു. ഹിസാബഹു, അയാളുടെ ഹിസാബ്, അയാളുടെ വിചാരണ അല്ലെങ്കിൽ അയാളുടെ കണക്ക് തീർത്തു കൊടുത്തു. ഹിസാബ് കണക്കിന് പറയും, അയാളുടെ കണക്ക് തീർത്താണ്ട് കൊടുത്തു. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. മനോഹരമായൊരു ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആൻ്റെ ഉദാഹരണങ്ങൾ അള്ളാഹു ആണല്ലോ ഉദാഹരണം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നമുക്കതിൻ്റെ കുറേ കാര്യങ്ങൾ കിട്ടും, പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ആഴങ്ങൾ അതിനുണ്ടാവും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രകാശം സ്വീകരിക്കാൻ വിസമ്മതിച്ച ഒരു മനുഷ്യനെ പറ്റിയിട്ടാണ്. നേരത്തെ പറഞ്ഞു, തൊട്ട് മുമ്പ് വരെയുള്ള പറഞ്ഞ ആയത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹു നൂറുസമാവാത്തി വല്ലർന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ സംബന്ധിച്ച്. 35 മുതൽ നമുക്കറിയാം അള്ളാഹുവിൻ്റെ പ്രകാശം അങ്ങനെ കത്തിജ്വലിക്കുന്ന പ്രകാശം എല്ലാവർക്കും ലഭ്യമാണ്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ച ചില ആളുകളുണ്ട്, അവരെ പറ്റിയാണ് പറയുന്നത്. വല്ലദീന കഫറു, ഈ നിഷേധികളായ ആളുകൾ, അഅ്മാലുഹും അവരും കുറേ അമൽ ചെയ്യുന്നുണ്ടല്ലോ. പടച്ചറബിൻ്റെ ആയത്തുകൾ സ്വീകരിക്കാതെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്, അവരും അമലുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ അമലിൻ്റെ അവസ്ഥ എന്താണെന്നാണ് പറയുന്നത്. വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖീഅ, അവരുടെ അമലുകൾ കസറാബ് മരീചിക പോലെയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യഹ്സബുഹുല്ലം ആനുമാ, ദാഹാർത്തനായ ഒരു മനുഷ്യൻ അത് ജലമാണ് എന്ന് കരുതിയിട്ട് അതിനെ സമീപിക്കും, പക്ഷേ അവിടെ എത്തിയാൽ ഒന്നും കാണുകയില്ല എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ, തൊട്ട് മുന്നേ പറഞ്ഞു വെച്ച അള്ളാഹുവിൻ്റെ പ്രകാശം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് ദൈവം? ഇവിടെ ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് എൻ്റെ ദൈവത്തിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ നിർദ്ദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. അത് ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ എൻ്റെ ബുദ്ധി മതി. ഏതാണ് ധർമ്മം, എന്താ അവിടെ ചെയ്യേണ്ടത്, ഏതാണ് സന്മാർഗം എന്നൊക്കെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിക്കും. അങ്ങനെ പറയുന്ന കുറേ ആളുകളുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം അവൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മനുഷ്യൻ അല്ലേ കണ്ടുപിടിച്ചത്, തീവണ്ടി കണ്ടുപിടിച്ചത്, വിമാനം കണ്ടുപിടിച്ചത്, മൊബൈൽ ഫോണുകൾ കണ്ടുപിടിച്ചത്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തല്ലേ, ഇതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ചതല്ലേ. അപ്പോൾ അതിൻ്റെ അതേപോലെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഏതാണ് സന്മാർഗം ഏതാണ് ദുർമാർഗം എന്ന് ഞാൻ തന്നെ കണ്ടെത്തും. അങ്ങനെ പലതരത്തിൽപ്പെട്ട വാദങ്ങളുണ്ടായി. അതെങ്ങനെയാണ് പലതരത്തിൽപ്പെട്ട ഇസങ്ങൾ രൂപപ്പെടുന്നത്. ലിബറലിസമൊക്കെ അതിൻ്റെ ഭാഗമാണ്, ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. ഞങ്ങൾ തന്നെ കണ്ടെത്തും വിമോചനമാർഗം. അങ്ങനെ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ മഹാധിഷണാശാലികൾ നമ്മൾ പറയാറുണ്ടല്ലോ, വലിയ വലിയ ബുദ്ധിജീവികളുണ്ട്. അവർ കണ്ടെത്തിയ പല കാര്യങ്ങളും ഒരുപക്ഷേ ലോകത്ത് വലിയ നന്മകൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതേപോലെ ചിലത്
അതിഭയാനകമായ ആപത്ത് വിളിച്ചു വരുത്തിയ കാര്യം കൂടിയാണ്. ഇത് ഇവിടെ നമ്മൾ പറയുകയാണ്, അള്ളാഹു പറയുന്നു ഇവരുടെ പ്രവർത്തനം, അള്ളാഹുവിൻ്റെ മാർഗദർശനം സ്വീകരിക്കാൻ വിസമ്മതിച്ച ആളുകൾ, അവരെത്ര വലിയ പണ്ഡിതന്മാരാവട്ടെ, ഏറ്റവും വലിയ ബുദ്ധിജീവികളാവട്ടെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭാശാലികളാവട്ടെ, അവരൊക്കെയും ഭയങ്കരമായൊരു അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുന്നത് അതൊക്കെയും മരീചിക പോലെയാണെന്ന്. കാരണം ഇവിടെ കുറേ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ ചെയ്തതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അത് പരലോകത്തെത്തുമ്പോൾ ഒന്നും കാണാനുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഒരു ദാഹാർത്തനായ ഒരു മനുഷ്യൻ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന സന്ദർഭത്തിൽ നിരാശ ബാധിച്ച് പോവേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെയാണ്. നോക്കൊന്നുകൂടി, വല്ലദീന കഫറൂ, സത്യനിഷേധികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രകാശം സ്വീകരിക്കുവാൻ വിസമ്മതിച്ച ആളുകൾ, അവരുടെ അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ കസറാബിൻ ബിഖിഅ, മരുഭൂമിയിലെ കാനൽ പോലെയാണ്. യഹ്സബുഹുൽ ആനുമാഅ, ദാഹാർത്തനായൊരു മനുഷ്യൻ അതിനെപ്പറ്റി വിചാരിക്കുക അത് വെള്ളമാണ് എന്നാണ്. പക്ഷേയോ ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ഷൈആ, ആ വെള്ളമാണെന്ന് കരുതിയിട്ട് ഇയാൾ ഓടിക്കിതച്ച് അവിടെ എത്തിയപ്പോൾ ഒന്നും തന്നെ കാണാനില്ല. മാത്രമല്ല അവിടെ കണ്ടതെന്താ? പരലോകത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബ, അവിടെ അവൻ കണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹു ആവട്ടെ ഇയാളുടെ കണക്കങ്ങട്ട് തീർത്തു കൊടുത്തു. വഫാഹു ഹിസാബഹു, അള്ളാഹു അപ്പോൾ അവൻ്റെ പൂർണ്ണമാക്കി കൊടുത്തു. ഹിസാബഹു, അവൻ്റെ കണക്ക്. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹുവിന് ഒരു മനുഷ്യൻ്റെ ആയുസ് അങ്ങനെ കണക്ക് കൂട്ടി ഓരോന്ന് തെളിച്ചെടുക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ഒരു മനുഷ്യൻ്റെ മാത്രമല്ല, മുഴുവൻ മനുഷ്യരുടെയും സരീഉൽ ഹിസാബ്, വളരെ വേഗതയിൽ ഹിസാബ് നടത്തുന്നവനാണ്, വിചാരണ നടത്തുന്നവനാണ്. ഏതായി പറയുന്നത്? സത്യനിഷേധികൾ ഈ ദുനിയാവിൽ പലതരത്തിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ ബുദ്ധിജീവികളായ ആളുകൾ, വമ്പിച്ച ധിഷണാശാലികളായ ആളുകൾ, വലിയ പ്രതിഭാശാലികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ ഒട്ടേറെ നന്മകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവരാരും ഈ നന്മ ചെയ്തത് പടച്ചറബിൻ്റെ അടുത്ത് കിട്ടണം, പരലോകത്ത് എനിക്കിത് കാണണം എന്ന് വിചാരിച്ചിട്ടല്ല. മറിച്ച് അവരത് ചെയ്യുമ്പോൾ ഈ ഭൂമിയിലുള്ള ചില നേട്ടങ്ങൾ, ഭൗതികമായ നേട്ടങ്ങളാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഈ കണ്ടുപിടുത്തത്തിലൂടെ, ഈ ഒരു പ്രവർത്തനത്തിലൂടെ എനിക്ക് ലഭ്യമാവേണ്ടത് സ്ഥാനമാണ്, പദവിയാണ്, ഭൗതികമായ നേട്ടമാണ് എന്നൊക്കെ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറേ ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കലാണ്, ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവരാരും പരലോകത്തെ പ്രതീക്ഷിച്ചിട്ടില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും അവർക്കില്ല. അവരെ പറ്റി പറയാണ്, അവരവിടെ എത്തുമ്പോൾ ഇവർ വിചാരിക്കുന്നതെന്നറിയോ, തിന്മകളും ധാരാളം ചെയ്തിട്ടുണ്ടാവും, ഈ സൽക്കർമ്മങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. ഇല്ല, അവിടെ ഇല്ല. അവിടെ പിന്നെ ആർക്കാണ് സൽക്കർമ്മങ്ങൾ കാത്തിരിക്കുക? ഇത് കിട്ടണം. ഞാൻ ഏതൊരു കർമ്മവും ചെയ്യുമ്പോഴും എനിക്ക് റബ്ബിൻ്റെ പ്രതിഫലം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവർക്കാണ് അവിടെ ഉണ്ടാവുക. അല്ലാത്തവർക്കത് കിട്ടൂല. ഏതുപോലെ എന്ന് വെച്ചാൽ മരീചിക പോലെ മറഞ്ഞു പോവും അയാളിൽ നിന്നും. അതേ സമയത്തോ ഇയാൾ ചെയ്തു വെച്ച ദുഷ്കർമ്മങ്ങളുണ്ടല്ലോ, അത് ഒന്നൊന്നായിട്ട് അയാളെ പിന്നാലെ നടക്കുന്നുണ്ടാവും. ഫവഫാഹുല്ലാഹു ഹിസാബഹു, അയാൾക്ക് കണക്ക് തീർത്തു കൊടുക്കുന്നു. അതെന്താ അങ്ങനെ? ഈ ദുനിയാവിൽ അള്ളാഹു അവൻ്റെ സന്ദേശം എത്തിക്കാൻ പല വഴികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കാൻ. മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബോധം സ്വയം അള്ളാഹു പ്രകൃതിയാ തന്നെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അമ്പിയാക്കളെ അയച്ചിട്ടുണ്ട് എല്ലാ കാലത്തും എല്ലാ ലോകത്തേക്കും. അള്ളാഹുവിൻ്റെ കിതാബ്, പ്രവാചകൻ്റെ ചരിതം ഇവിടെ ലഭ്യമാണ്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് ഏത് ഭാഗത്ത്, അതിനൊന്നും അർത്ഥമില്ല, ഇക്കാലത്ത് അതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ ആളുകൾ അവരുടെ കഥ പറയുകയാണ്. അവരിങ്ങനെ ആയിരിക്കും അവസ്ഥ. അവരുടെ കർമ്മങ്ങളൊക്കെ പാഴായിപ്പോവും, മരുഭൂമിയിലെ കാനൽ പോലെയായിരിക്കും. അത് എത്ര ഓടിക്കിതച്ച് വീണ്ടും ക്ഷീണിക്കുക എന്നല്ലാതെ അവിടെ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ ആവില്ല എന്ന് പറഞ്ഞു വെച്ചു. വീണ്ടും അവരുടെ മറ്റൊരു ഉദാഹരണം പറയുകയാണ്. 40-ാമത്തെ ആയത്ത്, ഔ കളുലുമാതിൻ ഫീ ബഹ്രിൽ ലുജ്ജീൻ
യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബ് ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. വളരെ മനോഹരമായൊരു ആയത്താ. എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ 35-ാമത്തെ ആയത്തിൽ നമ്മൾ അള്ളാഹു പറഞ്ഞത് അള്ളാഹു നൂറു സമാവാതി വൽ അർള. ശ്രദ്ധിച്ചു ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അള്ളാഹു നൂറു സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹ് ഫീ സുജാജ الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മനോഹരമായിട്ട് പ്രകാശത്തിന് ഉദാഹരണം. ഇവിടെ നോക്ക്, നേരെ ഇരുട്ടിൻ്റെ ഉദാഹരണം. ഒന്ന് പടച്ച റബ്ബ്, ആ റബ്ബ് നമുക്ക് കാണിച്ചു തന്ന സന്മാർഗത്തിന് ഉദാഹരണം. ഇവിടെ പറയുന്നതോ ആ മാർഗദർശനം സ്വീകരിക്കാതെ പലതരത്തിൽപ്പെട്ട ഇസങ്ങളുടെ പിന്നാലെ പോയ ആളുകളുടെ, അല്ലെങ്കിൽ പലതരം പുതിയ ചിന്താധാരകൾ ഉണ്ടാക്കിയെടുത്ത ആളുകളുടെ ഉദാഹരണം പറയാം. എന്താ പറഞ്ഞു നോക്ക്. ഔ കളുലുമാതിൻ ഫീ ബഹ്രിൽ ലുജ്ജീൻ. നേരത്തെ തൊട്ടുമ്പ് പറഞ്ഞു വല്ലദീന കഫറു, സത്യനിഷേധികളുടെ ഉദാഹരണം. അഅ്മാലുഹും കസറാബ്, അവരുടെ പ്രവർത്തനങ്ങൾ മരീചിക പോലെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാണ് ഔ അല്ലെങ്കിൽ ഇങ്ങനെയാണ്. കളുലുമാതിൻ, ഇരുട്ടുകൾ പോലെയാണ്. ലുലുമാത്ത് എന്ന് പറഞ്ഞാൽ അന്ധകാരങ്ങളാണ്. അന്ധകാരങ്ങൾ, ഒരന്ധകാരമല്ല, അന്ധകാരങ്ങളാണ്. ഇരുട്ടുകൾ പോലെയാണ്. ഇരുട്ട് എന്ന് പറഞ്ഞാൽ പോലെ, ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ ജംഅ്. അങ്ങനെയാണ് പലതരത്തിൽപ്പെട്ട ഇരുട്ടുകളുണ്ട് ലോകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലതരത്തിൽപ്പെട്ട ഇസങ്ങൾ ഒക്കെ ഇരുട്ടാ. പടച്ചറബിൻ്റെ പ്രകാശമല്ലാത്ത, ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റെല്ലാ ചിന്താധാരകളും ഇരുട്ടിലേക്ക് എത്തിക്കുകയുള്ളൂ. മനുഷ്യനെ ആകെ പ്രതിസന്ധിയിലാക്കുകയേ ഉള്ളൂ. അത് അവൻ്റെ വ്യക്തിതലവും കുടുംബതലവും രാഷ്ട്രവും എല്ലാം പ്രതിസന്ധിയിലാക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ചരിത്രം നമ്മോട് പലപ്പോഴും ഓതി വെളിച്ചത്താക്കി തന്നൊരു കാര്യമാണ്. ഇവിടെ വീണ്ടും പറഞ്ഞു നോക്ക്. ഔ അല്ലെങ്കിൽ ഇതുപോലെയാണ് അവരുടെ ഉദാഹരണം. കളുലുമാത്തിൻ, ഇരുട്ടുകൾ പോലെ. എവിടെയുള്ള ഇരുട്ടെന്നറിയോ? ഫീ ബഹരിൽ ലുജ്ജീൻ. ബഹർ, കടലിലെ ഇരുട്ട്. എങ്ങനെയുള്ള കടല? ലുജ്ജീ, അഗാധമായ ആഴമേറിയ ആഴക്കടലിലെ. ഔ കളുലുമാത്തിൻ ഫീ ബഹരിൽ ലുജ്ജീൻ, ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ 40-ാമത്തെ ആയത്ത് ആയിരുന്നു കുറച്ച് വർഷം മുമ്പ് ബഹുമാന്യനായ MM അക്ബർ സാഹിബ്, അദ്ദേഹം യുക്തിവാദികളുടെ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് നൽകിയ മറുപടിയിൽ ഉദ്ധരിച്ച ആയത്താണിത്. ഈ ആയത്തിൽ 3-4 കാര്യങ്ങൾ പറയും, നമുക്കത് വിശദീകരിക്കാം. യുക്തിവാദികളുടെ ഒരു വെല്ലുവിളി എന്തായിരുന്നു വെച്ചാൽ, അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്, ഈ രൂപത്തിലല്ല. അവർ വെല്ലുവിളിച്ചത് ഇതാണ്: അന്ന് അറേബ്യയിൽ അക്കാലത്തുണ്ടായിരുന്ന നാടോടികളായ അറബികൾക്ക് അറിയാത്ത, അവരുടെ അറിവിൽപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ന് മാത്രമല്ല അത് പിന്നീടുള്ള ശാസ്ത്ര സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയണം. വെല്ലുവിളിക്കുന്നതായിരുന്നു അവരുടെ വെല്ലുവിളി. അന്ന് അറബികൾക്കറിയാത്ത, പിന്നീട് ശാസ്ത്രം സത്യമെന്ന് തെളിയിച്ച എന്തെങ്കിലും ഒരു കാര്യം മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, മുഹമ്മദിനെ അവർ പറയും, അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയില്ലല്ലോ, കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. ആരെങ്കിലും വെല്ലുവിളിയാണെന്ന് പറഞ്ഞു. ആ വെല്ലുവിളിക്ക് മറുപടി കൊടുത്ത ഈ ആയത്ത, ഇതിൽ എന്തൊക്കെയാണ് പറയും നോക്ക്. ഔ അല്ലെങ്കിൽ കളുലുമാത്തിൻ ഫീ ബഹരിൽ ലുജ്ജീൻ, ഇരുട്ടുകൾ പോലെയാണ്. എവിടെയുള്ള ഇരുട്ടാ? ഫീ ബഹരിൽ ലുജ്ജീൻ, ആഴക്കടലിലെ ഇരുട്ടുകൾ. നോക്ക് എന്താ പറയുന്നത്. യഗ്ഷാഹു, അതിനെ പൊതിഞ്ഞിരിക്കുന്നു, അതിനെ മൂടിയിരിക്കുന്നു. ഗഷിയ യഗ്ഷ. മൗജുൻ, മൗജ് എന്ന് പറഞ്ഞാൽ തിരമാലയാണ്, വേവ്സ്. മൗജുൻ മിം ഫൗഖിഹി മൗജുൻ, തിരമാല. മിം ഫൗഖി, അതിനുമേൽ മൗജുൻ, മറ്റൊരു തിരമാല. മിം ഫൗഖിഹി, വീണ്ടും മിം ഫൗഖിഹി, അതിന് മുകളിൽ സഹാബുൻ, മേഘങ്ങൾ. എന്താ പറഞ്ഞു നോക്ക് ഒന്നുകൂടി. ഔ അല്ലെങ്കിൽ കളുലുമാത്തിൻ, ഇരുട്ടുകൾ പോലെ. ഫീ ബഹരിൽ ലുജ്ജീൻ, ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ.
യഗ്ഷാഹു അതിനെ പൊതിഞ്ഞിരിക്കുന്നു, മൂടിയിരിക്കുന്നു. മൗജുൻ തിരമാല. മിൻ ഫൗഖിഹി മൗജുൻ അതിനുമേൽ വീണ്ടും തിരമാല, തിരമാലകൾക്കുമേൽ തിരമാല. മിൻ ഫൗഖിഹി സഹാബ് അതിനു മുകളിലോ മേഘങ്ങളും. ലുലുമാത്തുൻ ബഅ്ലുഹാ ഫൗഖ ബഅദ്. ലുലുമാത്തുൻ ഇരുട്ട്, ബഅ്ലുഹാ ഫൗഖ ബഅദിൻ ഒന്നിനു മേൽ ഒന്ന്. നേരത്തെ നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞത് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം എന്നാണ്. ഇവിടെ നോക്ക്, ലുലുമാത്തുൻ ബഅ്ലുഹാ ഫൗഖ ബഅദ് ഇരുട്ടിന് മേൽ ഇരുട്ടുകൾ. ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ. ഇദാ അഖ്റജ യദഹു അവൻ പുറത്തെടുത്താൽ, യദഹു തൻ്റെ കൈയൊന്നിങ്ങനെ പുറത്തേക്കെടുത്താൽ, ലം യകദ് യറാഹ സ്വന്തം കൈ പോലും കാണാൻ അവർക്ക് കഴിയില്ല, അത്രക്കും കൂരിരുട്ട്. ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹ അതിനവൻ കാണാനാവില്ല. വമൻ ലം യജഅലില്ലാഹു ലഹു നൂറാ അള്ളാഹു ആർക്കെങ്കിലും പ്രകാശം കൊടുത്തിട്ടില്ല എങ്കിൽ ഫമാ ലഹു മിൻ നൂർ പിന്നെ അവനെ ഒരു സ്ഥലത്തുനിന്നും പ്രകാശം കിട്ടുകയില്ലാന്ന് പറഞ്ഞു നോക്കുക. കാരുണ്യവാനായ റബ്ബ് നൽകിയ പ്രകാശത്തിൻ്റെ ആയത്തുകളാണ് നമ്മൾ 35 വരെ പറഞ്ഞത്, ഓർക്കുന്നുണ്ടല്ലോ? അതിലെന്തൊക്കെ വന്ന് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞില്ലേ? നമ്മുടെ വേഷത്തെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? നമ്മളൊക്കെ കണ്ണെങ്ങനെയാണോ എവിടേക്കാണ് നോക്കേണ്ടത്, നോക്കാൻ പറ്റാത്തതൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ വേറൊരാളുടെ വീട്ടിലേക്ക് കയറുന്നതിനെ പറ്റി പറഞ്ഞില്ലേ? ഇതൊക്കെ അള്ളാൻ്റെ പ്രകാശ. ഇത് കണ്ടിട്ട് ഒരുത്തൻ പറയും ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇക്കാലത്ത് നടക്കൂല, ഞങ്ങളൊക്കെ വേറെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പുതിയ കാലത്ത് ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന ആളെ പറ്റി പറയാണ്. ഒന്ന് പറഞ്ഞു, ഇവരുടെ സകലമാന പ്രവർത്തനങ്ങളും മരുഭൂമിയിലെ കാനൽ പോലെയാണ്. വലിയ വിചാരം അവർക്ക്, ഞങ്ങളാണ് വലിയ പരിഷ്കരണവാദികൾ, ഞങ്ങൾ ഗംഭീരന്മാരാണ്. എവിടെ എത്തിയത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ലിബറലിസത്തിൻ്റെ വക്താക്കളുടെ ഏറ്റവും മുന്തിയ ഇടം സിനിമാ മേഖലയല്ലേ? അവിടെ നിങ്ങൾ പോലും കേൾക്കുന്ന നിലവിളി നമ്മൾ കാണുന്നില്ലേ? ആ ഇരുട്ടിനെ സംബന്ധിച്ചാണ് ഈ രണ്ടാമത് പറഞ്ഞ ആയത്തിൽ ഔകലുലുമാത് അല്ലെങ്കിൽ ഇരുട്ടുകൾ പോലെയാണ്, അന്ധകാരമാണ്. വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, നാട്ടിൽ, രാജ്യത്ത്, ലോകത്തൊന്നാകെ ഇരുട്ട്. ലുലുമാത്തുൻ നോക്ക് എന്താ പറയുന്നത്? ഔകലുലുമാത്തിൻ ഫീ ബഹരിൽ ലുജ്ജീൻ. അതിൽ ശാസ്ത്രീയ വശമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഫീ ബഹരിൽ ലുജ്ജീൻ ആഴക്കടലിലെ ഇരുട്ടുകൾ. യഗ്ഷാഹു ആ ഇരുട്ടിനെ പൊതിഞ്ഞിരിക്കുകയാണ്. മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ ഒരു തിരമാലയല്ല, മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ തിരമാലക്കുമേൽ തിരമാല എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആഴക്കടൽ അതിലെ തിരമാല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ആഴക്കടലിലേക്കൊന്നും ചെന്നിറങ്ങാനുള്ളത് മനുഷ്യന് കഴിയൂല. ഏറി വന്നാൽ ഒരു മനുഷ്യന് സാധാരണ മുങ്ങിത്താഴാൻ പറ്റിയത് 20 മീറ്റർ വരെ പോകാമെന്നാണ് പറയുന്നത്. പിന്നീടാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് മനുഷ്യന് മുങ്ങാൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങൾ കണ്ടുപിടിച്ചത്. എത്ര താഴ്ചയുണ്ട് ഈ സമുദ്രത്തിനറിയോ? ബഹരിൽ ലുജ്ജി എന്ന് പറഞ്ഞാൽ ആഴമേറിയ കടലിനെ പറ്റി പറയുമ്പോൾ എത്ര ആഴമുണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആഴത്തിൻ്റെ വ്യത്യസ്തമായ ഓരോ അന്തരീക്ഷത്തിന് ഓരോ പാളികളുള്ളത് പോലെ തന്നെ കടലിലെ അടിത്തട്ടിനിങ്ങനെ ഓരോരോ ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗം എന്ന് പറയുന്നത് ചലഞ്ചർ ഡീപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. ചലഞ്ചർ ഡീപ്പ് എന്ന് പറയുന്ന സ്ഥലം അത് മരിയാന ട്രെഞ്ചിലുള്ളത്. പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നതാണ് ഏറ്റവും ആഴമേറിയ സ്ഥലം. ഏകദേശം 11 കിലോമീറ്റർ, ഏകദേശം 11 കിലോമീറ്റർ, 10,900 മീറ്റർ എന്നാണ് ഈ കറക്റ്റ് കണക്ക് പറയുന്നത്. അത്രയാണ് ഏറ്റവും ഡീപ്പസ്റ്റ് പോയിൻ്റ് എന്ന് പറയും, ഏറ്റവും ആഴത്തിലുള്ളത്. ആ ആഴത്തിലേക്ക് എത്തുമ്പോഴേക്ക് എന്തൊക്കെ കഴിഞ്ഞുപോയി. സൂര്യപ്രകാശം ഭൂമിയുടെ മുകളിലുള്ള ഇതിൻ്റെ മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശം എത്തുന്നത് മാക്സിമം പോയാൽ 200 മീറ്റർ വരെയാണ്. 200 മീറ്റർ വരെയാണ് സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് എത്തുന്നത്. ആ 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള സ്ഥലം അങ്ങനെ പ്രകാശമില്ല. ഒരു എന്താ പറയുക, രാത്രിയുടെ ഒരു ഫീലിംഗ് ഉണ്ടാവുക. രാത്രി വൈകുന്ന സന്ധ്യാസമയമുണ്ടല്ലോ, ആ സമയത്ത് സന്ധ്യ ഇരുട്ടായി വരുന്ന സമയത്തുള്ള ഒരു നിഴൽ പോലുള്ള അന്തരീക്ഷമായി ഉണ്ടാവുക. 1000 മീറ്റർ മുതൽ 4000 മീറ്റർ വരെ മിഡ് നൈറ്റ് എന്നാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഒരു അർദ്ധരാത്രിയുടെ അവസ്ഥയാണെന്ന്. അവിടെയൊക്കെ ജീവജാലങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ 200 മീറ്ററിൽ നന്നായിട്ട് മത്സ്യസമ്പത്തൊക്കെ ധാരാളം ഉള്ളതാണ്. മനുഷ്യ പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്നു. അതിന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് വെളിച്ചം കുറയുന്നു, അതിൻ്റെ പ്രഷർ കൂടുന്നു, തണുപ്പ് കൂടുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അങ്ങനെ പോയിട്ട് ഏറ്റവും അവസാനം 6000-നും 10,000-നും അല്ലെങ്കിൽ 11,000-നും ഇടയ്ക്കുള്ളൊരു ഘട്ടമുണ്ട്. ഏറ്റവും അവസാനത്തെ തട്ട് കൂരാകൂരിരുട്ട്. അതിനെപ്പറ്റി പറയാണ് ളുലുമാത്തുൻ ഫൗഖ ബഅദ്. അത് മാത്രമല്ല, അതവിടെ ഒരു ഇരുട്ട്. അതിൻ്റെ മുകളിലെ തിരമാലയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, മൗജ്. സാധാരണഗതിയിൽ മൗജ് നമ്മളൊക്കെ കാണാം. കോഴിക്കോട് ബീച്ചിൽ ചെന്നാൽ അല്ലെങ്കിൽ കടൽ തീരത്ത് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് തിരമാലകൾ എന്ന് പറയുന്നത്. അത് ബാഹ്യമാണ്, സർഫേസാണ്. അതിനടിയിൽ ഇന്നർ വേവ്സ് ഉണ്ട്. അതേ കുറേ കാലത്തിന് ശേഷം ശാസ്ത്രം കണ്ടെത്തിയതാ. നേരത്തെ ഇവർ ചോദിച്ചല്ലോ, അറബികൾക്ക് അന്നറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം പിന്നീട് ശാസ്ത്രം സത്യമാണെന്ന് തെളിയിച്ച കാര്യം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ 4 കാര്യം ഒറ്റ ആയത്തിലുണ്ട്. അതിലൊന്ന് ഇതാണ്, ഇത് ബഹരിൽ ലുജീൻ യഗ്ഷാഹു മൗജും മിൻ ഫൗഖിഹി മൗജ്. ഒരു തിരമാലക്ക് മേൽ മറ്റൊരു തിരമാല, വേവ്സ് വിതിൻ ദ വേവ്സ്. അവർ തന്നെ പുതിയ കാലത്ത് ശാസ്ത്രം ഇറക്കിയൊരു ഇതിൻ്റെ പേരാണത്, അവരുടെ ഒരു ലേഖനാണത്, വേവ്സ് വിതിൻ ദ വേവ്സ്. മൗജുൻ മിൻ ഫൗഖിഹി മൗജ്. എന്നിട്ടോ മിൻ ഫൗഖിഹി സഹാബ്, ഇരുട്ട് കാണിക്കാൻ പറയാണ്. ഈ ആഴിക്ക് അടിയിലുള്ള തിരമാലകൾക്ക് മുകളിൽ വീണ്ടും തിരമാല, അതിൻ്റെ മുകളിൽ മേഘങ്ങൾ, മഴമേഘങ്ങൾ, കാർമേഘങ്ങൾ. അപ്പം തന്നെ മേഘം, കാർമേഘൻ്റെ നമുക്കെല്ലാവർക്കും ഇരുട്ടായില്ലേ? ആ കാർമേഘങ്ങൾക്കടിയിലുള്ള ഇരുട്ട്, അതിനടിയിലുള്ള തിരമാല, വീണ്ടും തിരമാല, അതിനും അടിയിലുള്ള ആഴക്കടലിൽ അതികഠിനമായ ഇരുട്ട്. ളുലുമാത്തുൻ ബഅ്ലുഹാ ഫൗഖ ബഅ്ലിൻ, കട്ട പിടിച്ച ഇരുട്ട്. ളുലുമാത്തുൻ ഫൗഖ ബഅ്ലുഹാ ളുലുമാത്ത്, ളുലുമാത്തുൻ ബഅ്ലുഹാ ഫൗഖ ബഅ്ൽ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹ. അയാൾ തൻ്റെ സ്വന്തം കൈ പോലും ഒന്ന് കാണാൻ കഴിയില്ല. കൈ പുറത്തേക്കിട്ടാൽ അത് കാണാൻ പോലും കഴിയാത്തത്ര ഇരുട്ട്. യക്കദ് ലം യകദ് യറാഹ വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹു ആർക്കാണോ വെളിച്ചം നൽകാതിരുന്നത് അവന് പിന്നെ ഒരു വെളിച്ചവും കിട്ടാനില്ലാന്ന്. നോക്കണേ, പടച്ച റബ്ബ് നൽകിയ വെളിച്ചം വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു വെളിച്ചം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചിന്താധാരകൾ ഉണ്ടാക്കിയെടുത്ത ആളുകൾ പെട്ടതെല്ലാം ആഴക്കടലിൽപ്പെട്ട, അന്ധകാരത്തിൽപ്പെട്ട, സ്വന്തം കൈ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇരുട്ടുകളിലാണ്. പടച്ച റബ്ബിൻ്റെ വെളിച്ചമല്ലാതെ വേറൊരു വെളിച്ചം നൽകാൻ, ഒരു മനുഷ്യന് നൽകാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് തീർത്ത് പറയാം. മനസ്സിലായല്ലോ? നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം, നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗദർശനം അത് ഏകനായ റബ്ബിന് മാത്രമേ നൽകാൻ കഴിയൂ. നിങ്ങൾക്ക് ഞാൻ വഴി കാണിക്കാം. ഞങ്ങൾ പറയുന്നത് പോലെ വേഷം ധരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ലൈംഗികമായ സുഖങ്ങൾ ആസ്വദിച്ചാൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കുറേ ആളുകളുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും പോരാതെ ഇങ്ങനെ പ്ലസ് ഇട്ട് വെച്ചിരിക്കുക. ഓരോന്നിനും പലതരത്തിൽപ്പെട്ട ലൈംഗിക വൈകൃതങ്ങൾ. ളുലുമാത്തുൻ ഫൗഖ ബഅദ്, ളുലുമാത്തുൻ ഇരുട്ടാണ്. ബഅ്ലുഹാ ഫൗഖ ബഅദ്, അത് ഒന്നിനു മേൽ മറ്റൊന്ന് ഇരുട്ടുകൾ തന്നെയാണ്. വെളിച്ചം വല്ലതും വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ പടച്ച റബ്ബിൻ്റെ അടുത്ത് നിന്ന് കൊളുത്തിയെടുക്കൂ. ഇതാണ് വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. പടച്ച റബ്ബ് നൽകാത്ത വെളിച്ചം അത് വേറെ ആൾക്കും നൽകാൻ കഴിയും. നൽകുന്ന വെളിച്ചം പോലെ മറ്റൊരാൾക്ക് വെളിച്ചം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും നോക്കുക, അല്ലാഹു പറയുന്നത് അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള് വത്വയ്റു സ്വാഫാത്ത് കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള് വത്വയ്റു സ്വാഫാത്ത്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം, മനുഷ്യന്മാരോട് പറയാ. കാരണം മനുഷ്യനാണല്ലോ ഈ ധിക്കാരം കാണിക്കുന്നത്. അവനല്ലാത്ത പലതും ഈ പ്രപഞ്ചത്തിലുണ്ട്, ജീവനുള്ളതും ഇല്ലാത്തതും, അന്തരീക്ഷത്തിൽ പറക്കുന്നതും ഈ ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്നതും.
സമുദ്രത്തിൽ ഊളിയിട്ട് പോകുന്ന മത്സ്യങ്ങളൊക്കെ ഉണ്ട്, പലതരത്തിൽപ്പെട്ടതുണ്ട്. 4 കാലിൽ ജീവിക്കുന്നത്, 2 കാലിൽ, ഇതൊക്കെ വേറെ വരാൻ പോകുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അവരെ പറ്റി അള്ളാഹ് പറഞ്ഞു നോക്ക്, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള്. അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ, അല്ലാഹു ആണെന്ന്, യുസബ്ബിഹു ലഹു, അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, അവനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സബ്ബഹ യുസബ്ബിഹു, ആര്? മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് എല്ലാം. മൻ ഫിസ് സമാവാതി വൽ അർള്, മനുഷ്യന്മാരല്ല. മൻ ഫിസ് സമാവാതി വൽ അർള്, ഈ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതും എല്ലാം തന്നെ അവന് സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ടത് തന്നെയാണ് പക്ഷി. പക്ഷേ ഒന്നുകൂടി എടുത്തു പറയാ, വത്വൈറു സ്വാഫാത്ത്. സ്വാഫാത്ത് ചിറക് വിരിച്ച് പറക്കുന്ന പക്ഷികൾക്കാണ്. ചിറക് വിരിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന പറവകളും അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള് വത്വൈറു സ്വാഫാത്ത് കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു. എല്ലാത്തിനും, ഈ പറഞ്ഞ പറവകളാവട്ടെ, ഉറുമ്പുകളാവട്ടെ, മൃഗങ്ങളാവട്ടെ, മരങ്ങളാവട്ടെ, കല്ലാവട്ടെ, പർവ്വതമാവട്ടെ, ഇടിയാവട്ടെ, മിന്നലാവട്ടെ, മഴയാവട്ടെ, കാറ്റാവട്ടെ, എന്താവട്ടെ, കുല്ലുൻ എല്ലാവർക്കും, ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു, അവക്കൊക്കെ അറിയാം. ഖദ് അലിമ, അവക്കെല്ലാവർക്കും അറിയാം. സ്വലാതഹു, അതിൻ്റെ സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് നമ്മൾ പറയും, പ്രാർത്ഥനക്കും പറയും. ഓരോന്നിൻ്റെയും നമസ്കാരം, ആരാധനാകർമ്മം ഇവക്കറിയാം. വതസ്ബീഹഹു, അതിൻ്റെ സ്തുതിഗീതങ്ങൾ, അതിൻ്റെ തസ്ബീഹും സ്വലാത്തും ഒക്കെ ഓരോന്നിനും ഉണ്ട്, അതൊക്കെ അതിനറിയാം. നമ്മളെ പോലെ മദ്രസ് പോയി പഠിക്കേണ്ട പക്ഷികൾക്ക്, അതുപോലെ മരങ്ങൾക്കും കല്ലുകൾക്കും ഒക്കെ അതിൻ്റെ സ്വലാത്തുണ്ട്, അതിൻ്റെ തസ്ബീഹുണ്ട്, എല്ലാം അത് ചെയ്തുകൊണ്ടിരിക്കുക. സൂറത്തുൽ ഇസ്രായിൽ സമാനമായ ആയത്ത് നമ്മൾ വന്നതാണ് അല്ലേ? തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർള് വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. എന്താ പറഞ്ഞത്? സൂറത്തുൽ ഇസ്രായിൽ വന്നിട്ടുണ്ട്. ആകാശവും അതുപോലെ അസ്സബ്ഉന, 7 ആകാശങ്ങളും, വൽ അർള്, ഭൂമിയും ഒക്കെ തന്നെ, വമൻ ഫീഹിന്ന, അവയിലുള്ളവരെല്ലാം, തുസബ്ബിഹു ലഹു, അവനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനെ. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, പടച്ച റബ്ബിനെ സ്തുതിച്ച് പ്രകീർത്തിക്കാത്ത ഒരാളുമില്ല, ഒന്നുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ പ്രശ്നം എന്താ അറിയോ? അവയുടെ തസ്ബീഹ് എന്താ നിങ്ങൾക്കറിയില്ല. കിളികളുടെ തസ്ബീഹ് നമുക്കറിയില്ലല്ലോ, കല്ലിൻ്റെ തസ്ബീഹ് നമുക്കറിയില്ലല്ലോ, മരങ്ങളുടെ തസ്ബീഹ് നമുക്കറിയില്ല, ഇവിടെയുള്ള മൃഗങ്ങളുടെ തസ്ബീഹ് നമുക്കറിയില്ല. എല്ലാവരും തസ്ബീഹ് ചെയ്യുന്നു, അള്ളാഹുവിനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കതറിയില്ലെന്ന് മാത്രം. ഇതെപ്പോഴാണ് പറയുന്നത്? കടുത്ത നന്ദികേട് കാണിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് പറയാ. മനുഷ്യന് അള്ളാഹു നൽകുന്ന അപാരമായ അനുഗ്രഹങ്ങളുണ്ട്, ചിന്താശേഷിയുണ്ട്. ആ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഈ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. ആ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ മനുഷ്യൻ റബ്ബിനോട് കാണിക്കുന്ന കൃതജ്ഞതയെ സംബന്ധിച്ച്, നന്ദികേടിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ലഹു അലം തറ അന്നല്ലാഹ തുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്വൈറു സ്വാഫാത്ത്. ആകാശഭൂമികൾ, അവയിലുള്ളതെല്ലാം, പറക്കുന്ന പക്ഷികളും എല്ലാം തന്നെ അവന് സ്തുതികീർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു, എല്ലാ ഓരോന്നിനും അവയുടെ തസ്ബീഹ് എന്താണ്, അവയുടെ സ്വലാത്ത് എന്താണ് കൃത്യമായിട്ട് അറിയാം. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് അള്ളാഹു ശരിക്ക് അറിയുന്നവനാണ്. അങ്ങനെ ഒരു നന്ദി പോലും, ഒരു നായ കാണിക്കുന്ന നന്ദി പോലും, തൻ്റെ സൃഷ്ടാവിനോട് ഒരു പാറക്കല്ല് കാണിക്കുന്ന നന്ദി പോലും ഈ അതിനേക്കാൾ കടുത്ത ഹൃദയമുള്ള മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാതെയായിപ്പോയോ? നോക്കുക, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള് വത്വൈറു സ്വാഫാത്ത് കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹ വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ.
വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർള് വഇലല്ലാഹിൽ മസീർ. വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർള്. ഇനി പറയാണ്, ആകാശഭൂമികളൊക്കെ നിങ്ങളാരും ഉണ്ടാക്കിയല്ല. പല ജാതി കണ്ടുപിടുത്തം നടത്തിയിട്ട് എന്താവാൻ പറയുന്ന അറിയോ? ഇന്നത് കണ്ടുപിടിച്ചില്ലേ? ലോകത്തെ ഇളക്കി മറിച്ച വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ശാസ്ത്ര രംഗങ്ങളിൽ, സാങ്കേതിക രംഗങ്ങളിലൊക്കെ വമ്പിച്ച മികവാണ്. ഈ മികവ് വെച്ചിട്ട് ഇവൻ്റെ ധാരണ എന്താ? ഇതൊക്കെ നമ്മൾ പറയും പോലെ നടക്കും. അല്ല, അള്ളാഹുവിനാണ് ആധിപത്യം. വലില്ലാഹ്, അള്ളാഹുവിനാണ് മുൽക്കുസ്സമാവാതി വൽ അർള്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആധിപത്യം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവനാണ്. വ ഇലല്ലാഹിൽ മസീർ. ഇവിടെ നിൽക്കൂല, അള്ളാഹുവിലേക്ക് എല്ലാവരും മടങ്ങിച്ചെല്ലും. വ ഇലല്ലാഹിൽ മസീർ, അവനിലേക്കാണ് മടക്കം. അൽ മസീർ എന്ന് പറഞ്ഞാൽ മടക്കം, അവനിലേക്കാണ് ചെന്നു ചേരാനുള്ളത് എന്നുള്ളൊരു താക്കീത്. എന്നിട്ട് 43-ാമത്തെ ആയത്തിൽ അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജഅലുഹു റുകാമ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ് ഫയുസീബു ബിഹി മൻ യശാഉ വയസ്രിഫുഹു അമ്മൻ യശാഉ യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സ്വാർ. നോക്ക്, ഒരൊറ്റ ആയത്തിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുക. അലം തറ, നിങ്ങൾ കണ്ടില്ലേ? പടച്ചവൻ്റെ രീതി അതാ. എന്തൊക്കെ കണ്ണു തുറന്ന് നോക്കാൻ വേണ്ടി പറയാ. അലം തറ, കണ്ടില്ലേ? എന്ത്? അന്നല്ലാഹ്, അള്ളാഹു ആണെന്ന്. യുസ്ജി സഹാബൻ, അസ്ജാ യുസ്ജി എന്ന് പറഞ്ഞാൽ മന്ദം മന്ദം ചലിപ്പിക്കുന്നതിനാ പറയുക, തെളിച്ചിങ്ങനെ കൊണ്ടുപോവുക. യുസ്ജി സഹാബൻ, സഹാബ് നേരത്തെ വന്നു, മേഘം. മേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്നത് അള്ളാഹു ആണെന്ന് കണ്ടില്ലേ? നോക്കണം കേട്ടോ പറയുന്നത്. സുമ്മ യുഅല്ലിഫു ബൈനഹു, അങ്ങനെ മേഘത്തെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോയിട്ട് അല്ലഫ യുഅല്ലിഫു, ഇണക്കുക, കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറയാം. പിന്നീട് അവൻ യുഅല്ലിഫു ബൈനഹു, ഈ മേഘങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു, മേഘകണങ്ങളെ അത് കൂട്ടിച്ചേർക്കുന്നു. സുമ്മ യജഅലുഹു റുകാമ, അങ്ങനെ കൂട്ടിച്ചേർത്ത് റുകാമ, അതൊരു കൂമ്പാരമാക്കി വെക്കുന്നു. അട്ടിക്കട്ടിങ്ങനെ വെക്കുകയാണ്. റുകാമ എന്ന് പറഞ്ഞാൽ കൂമ്പാരമാക്കുക, അട്ടിക്ക് വെക്കുക, ഒരു ഒറ്റക്കെട്ടാക്കി മാറ്റുക. യജഅലുഹു റുകാമ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അപ്പോൾ നിനക്ക് കാണാം, അങ്ങനെ കൂമ്പാരമായി മാറിക്കഴിഞ്ഞാൽ തറ, നിനക്ക് കാണാം, അൽ വദ്ഖ, വദ്ഖ് മഴയാണ്, മഴത്തുള്ളികൾ. വദ്ഖ് മഴത്തുള്ളി, യഖ്റുജു പുറത്തേക്ക് വരുന്നു, മിൻ ഖിലാലിഹി അവക്കിടയിലൂടെ. പ്രസിപ്പിറ്റേഷൻ, വർഷണത്തെ സംബന്ധിച്ച് പറയാണ്. വയുനസ്സിലു, എന്നിട്ട് അവൻ ഇറക്കുന്നു, മിനസ് സമായി ആകാശത്തിൽ നിന്ന്, മിൻ ജിബാലിൻ ഫീഹാ, മിൻ ജിബാലിൻ പർവ്വതങ്ങളാണ്, ഫീഹ അവിടെയുള്ള. ആകാശത്തേതാ പർവ്വതം? വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നമുക്കതിലേക്ക് വരാം. മിൻ ജിബാലിൻ ഫീഹ, അവിടെയുള്ള പർവ്വതങ്ങളിൽ നിന്നും അവൻ ഇറക്കുന്നു. മിൻ ബറദ്, ബറദ് ആലിപ്പഴമാണ്, മഞ്ഞിനെ ഇറക്കുന്നു. മിൻ ബറദ് ആലിപ്പഴം. ഫയുസീബു ബിഹി, എന്നിട്ട് അതുകൊണ്ട് അവൻ ആപത്തുണ്ടാക്കുന്നു. മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവർക്ക്. വയസുരിഫുഹു അമ്മൻ യശാ, അവൻ വിചാരിക്കുന്നവരിൽ നിന്നും ആ ആപത്തിൽ നിന്ന് തട്ടിമാറ്റുകയും ചെയ്യുന്നു. യകാദു സനാ ബർഖിഹി, സനാ പ്രകാശമാണ്. യകാദു സനാ ബർഖിഹി, അവൻ്റെ അതില്ലെങ്കിൽ അതിൻ്റെ മിന്നലിൻ്റെ പ്രകാശമുണ്ടല്ലോ, ബർക്ക് മിന്നലാണ്, സനാ പ്രകാശം. ആ മിന്നൽ പ്രകാശം ആവാറായി, യദ്ഹബു പോക്കുമാറായി, കൊണ്ടുപോകുമാറായി, ബിൽ അബ്സ്വാർ കാഴ്ചകളെ. കാഴ്ച അല്ലെങ്കിൽ കണ്ണിനെ ഇമവെട്ടുന്ന അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന എന്നർത്ഥം. ഈ യകാദു സനാ ബർഖിഹി, മിന്നൽ പിണറിൻ്റെ പ്രകാശം. യകാദു സനാ ബർഖിഹി യദ്ഹബുൽ അബ്സാർ, യദ്ഹബു ബിൽ അബ്സാർ. അങ്ങനെ ആ മിന്നൽ പിണറുകളുടെ വെളിച്ചം കാഴ്ചകളെ ഇല്ലാതാക്കുവാൻ പോന്നതാണ്, അല്ലെങ്കിൽ അത് ആവാറായി എന്നർത്ഥം. കാഴ്ചകളെ ഇല്ലാതാക്കാൻ ആവാറായി എന്ന്. എന്താ പറഞ്ഞു നോക്ക്, മേഘത്തെ സംബന്ധിച്ചും മഴയെ സംബന്ധിച്ചും ആലിപ്പഴ വർഷത്തെ സംബന്ധിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്.
വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പലതരത്തിൽപ്പെട്ട ശാസ്ത്ര സൂചനകൾ കാണാം. ശരിക്കും മനസ്സിലാക്കണേ. തൊട്ട് മുന്നേ നമ്മൾ വന്നല്ലോ 40-ാമത്തെ ആയത്തിൽ വന്നു, ഇതിപ്പോൾ 43-ാമത്തെ ആയത്തിൽ. അവിടെ പറഞ്ഞത് കടലിനകത്തുള്ള കാര്യമാണ്. കടലിനകത്തുള്ള കാര്യം പഠിക്കാൻ വേറെ തന്നെ ഒരു ശാസ്ത്രശാഖയാണ്, ഓഷ്യാനോഗ്രാഫി. അതിൽ തന്നെ തിരമാലകളെ സംബന്ധിച്ച് വമ്പിച്ച പഠനങ്ങളുണ്ട്. അങ്ങനെ പഠിച്ച ഒരാളും ഇത് മഹാപൊട്ടത്തരാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഖുർആൻ എന്തല്ല നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഖുർആൻ ഇവിടെ ചോദിച്ചത് അലം തറ അന്നല്ലാ, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇത് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുലേക്ക് എത്തിക്കുക ചെയ്യുന്നത് ഖുർആൻ. അതിനാ ശാസ്ത്രം പറയുന്നത്. അല്ലാതെ ശാസ്ത്രം പറഞ്ഞിട്ട് കടൽ ഇങ്ങനെയാണ് കേട്ടോ, അതിൻ്റെ ഘടന ഇങ്ങനെയാണ് കേട്ടോ, അതിൽ തിരമാലകൾ ഇങ്ങനെയാണ്, അതിന് ഇത്ര മീറ്റർ താഴ്ചയുണ്ട്, ഇത് പഠിപ്പിക്കല്ല. അത് നമ്മൾ വേറെ പഠിക്കുക. നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ സമുദ്രത്തെ നിങ്ങൾ നോക്കിയില്ലേ, നിങ്ങൾക്ക് മുകളിലുള്ള ഈ മേഘരൂപീകരണത്തെ ശ്രദ്ധിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ശാസ്ത്രം പറയൂല, ശാസ്ത്രം പഠിപ്പിക്കാനല്ല, മറിച്ച് അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, പടച്ചറബിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, പരലോകബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റിലുള്ള പല ഉദാഹരണങ്ങളും പറയും. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും സത്യസന്ധമായിരിക്കും. മനുഷ്യന്മാർ കണ്ടെത്തിയത് അതിന് വിരുദ്ധമാണെങ്കിൽ മനുഷ്യൻ്റെ തകരാറല്ലാതെ അത് മാറ്റാന്നല്ലാതെ ഖുർആൻ മാറ്റൂല. മനുഷ്യന്മാരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് മാറ്റങ്ങൾ വരും, ശാസ്ത്രം മാറും. ഒരു ശാസ്ത്രജ്ഞനും പറയില്ല ഇത് പരമമായ സത്യമാണെന്ന്, പറയാൻ കഴിയില്ല. അത് മാറിയേക്കാം. കാരണം നിരന്തരമായ നിരീക്ഷണങ്ങൾ വരുമ്പോൾ പുതിയത് കണ്ടുപിടിക്കുക, ആദ്യത്തെ മാറ്റേണ്ടി വരും. എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഖുർആനിലെ ആയത്ത് അങ്ങനെ മാറ്റപ്പെടേണ്ടതല്ല. അതിന് പറ്റിയ രൂപത്തിൽ അത് പറഞ്ഞു വെക്കുക. അതുകൊണ്ടാണല്ലോ കാലം കഴിയും തോറും പലപ്പോഴും ഖുർആൻ്റെ അത്ഭുതങ്ങൾ, പുതിയ പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴും ഇത് മഹാത്ഭുതമാണല്ലോ ഖുർആൻ അന്ന് പറഞ്ഞത് എന്ന് വീണ്ടും തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അത്ഭുതം ഇവിടെ നോക്കുക. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ, അല്ലാഹു മേഘങ്ങളെ അതിങ്ങനെ ചലിപ്പിക്കുന്നു. നമുക്കറിയാം മേഘരൂപീകരണത്തെ സംബന്ധിച്ച് അത് ഭൂമിയിലുള്ള ജലം, പല രൂപത്തിലുള്ള ജലാശയങ്ങളുണ്ട്, സമുദ്രമുണ്ട്, തടാകങ്ങളുണ്ട്, നദികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ഇവാപ്പറേഷനിലൂടെ, ബാഷ്പീകരണത്തിലൂടെ ആ വെള്ളം നീരാവിയായിട്ട് അങ്ങനെ പോവുക. അങ്ങനെ ചെന്നിട്ട് ഒരു നിശ്ചിതമായ ഉയരത്തിലെത്തുമ്പോൾ അത് അവിടെ തണുത്ത് അവിടെ പറ്റി പിടിക്കുകയാണ്. വളരെ ചെറിയ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അതിങ്ങനെ അടുത്തടുത്ത് വരുന്നു. അതാണ് യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു, അവയെ പരസ്പരം അടുപ്പിക്കുന്നു. കുറേ അധികം കണികകൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ വലിയ കണികയായി മാറും. അങ്ങനെ അത് കൂടുതൽ തണുത്തിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ താഴോട്ട് അത് വരും. അതിനെപ്പറ്റിയാണ് പറയുന്നത്. സുമ്മ യുഅല്ലിഫു, എന്നിട്ട് യുഅല്ലിഫു ബൈനഹു, അവക്കിടയിൽ അത് കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ടോ യുഅല്ലിഫു ബൈനഹു സുമ്മ യജഅലുഹു റുഖാമ, അങ്ങനെ കൂട്ടിച്ചേർത്ത് അതൊരു കൂമ്പാരം പോലെ ആയിത്തീരും. ഏതാ ഈ കൂമ്പാരം? മേഘങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. വ്യത്യസ്തമായ മേഘങ്ങൾ നമുക്ക് ആകാശത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അതിൽ സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്, സിറസ് എന്നൊക്കെ പറഞ്ഞ മേഘത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങളാണ്. അതിലിവിടെ പറഞ്ഞിരിക്കുന്നത് റുഖാമ, കൂമ്പാരമായി. ക്യുമുലസ് ആണ്, ക്യുമുലോ നിംബസ് എന്ന് പറയും. മഴമേഘങ്ങൾ ഇങ്ങനെ കൂമ്പാരമായിട്ട് വലിയ കാർമേഘങ്ങൾ കിടക്കുകയാണ്. ആ കൂമ്പാരത്തിൻ്റെ ഹൈറ്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതൊരു 25,000 അടി മുതൽ 30,000 അടിയൊക്കെ, അല്ലെങ്കിൽ അതിനേക്കാളും മികച്ചതായിട്ട് അത്രക്കും ഉയരത്തിലുണ്ടാവാറുണ്ട്. അതിനെയാണ് ഇവിടെ ജിബാലായിട്ട് സൂചിപ്പിക്കുന്നത്. നോക്ക്, പിന്നെ പറഞ്ഞത് നോക്ക്, വയുനസ്സിലു ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, എന്നിട്ട് അപ്പോൾ നിനക്ക് മഴത്തുള്ളികൾ കാണാം. യഖ്റുജു മിൻ ഖിലാലിഹി, അവിടെ നിൽക്കാൻ പറ്റാതെ ആവുമ്പോൾ അത് താഴോട്ട് ജലഗണങ്ങളായിട്ട് താഴോട്ട് വധിക്കുന്നു. അത് നിനക്ക് കാണാം. മാത്രമല്ല വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ, അതിലേറ്റവും ഉയർന്ന ഭാഗത്ത് ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിൻ്റെ വിതരണം ഇതിൽ കുറയും. ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത ഏതാ? അന്തരീക്ഷത്തിൻ്റെ ഈ താഴ്ന്ന പാടിയിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഏറ്റവും മുകളിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നോക്കുക, അത് കൂടുതൽ തണുപ്പ് കാരണമായിട്ട് ബറദ്, ഹെയിൽ സ്റ്റോണായിട്ട് അല്ലെങ്കിൽ ആലിപ്പഴമായിട്ട് മാറുന്നു. വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ, ജിബാലിൻ ഫീഹ എന്ന് പറഞ്ഞാൽ ആകാശത്തെ പർവ്വതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ വലിയ മല പോലെയുള്ള മേഘത്തെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നു. അതല്ല, ഇത് പർവ്വതത്തെ സംബന്ധിച്ചാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പർവ്വതങ്ങളിൽ നിന്ന് മിംബറദ്,
പിന്നെ എന്താ പറയുക, ആലിപ്പഴം വർഷിക്കുന്നു. ഫയുസീബു ബിഹി മൻ യശാ, എന്നിട്ടോ ആ ആലിപ്പഴം യുസീബു ബിഹി മൻ യശാ, താൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ബാധിക്കുന്നു. ആപത്തണക്ക് അസ്വാബ യുസീബു മുസീബ, യുസീബു ബിഹി മൻ യശാ വയസുരിഫുഹു അമ്മൻ യശാ. വലിയ കട്ടകളായിട്ട് ഐസ് കട്ടകൾ വീണാൽ പലതരത്തിൽപ്പെട്ട ആപത്തുകൾ സംഭവിക്കാം. മാത്രമല്ല ഫയുസുരിഫുഹു അമ്മൻ യശാ, അത് താൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് അത് തട്ടിക്കളയുകയും ചെയ്യുന്നു. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, അതിൽ കൊണ്ടുണ്ടാവുന്ന ഈ പിന്നെ മിന്നലുണ്ടല്ലോ, സനാ ബർഖിഹി, ആ മിന്നലിൻ്റെ പ്രകാശം അത് കാഴ്ചകളെ ഇല്ലാതാക്കിക്കളത്. ദഹബബി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന കാഴ്ച ശക്തിയെ അല്ലെങ്കിൽ കാഴ്ചകളെ എടുത്തു കളയുന്ന എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ നമുക്കങ്ങനെ വല്ലാതെ നോക്കിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള മിന്നൽ പിണറുകളും ഉണ്ടാക്കുന്നു. കാരുണ്യവാനായ റബ്ബ് ആണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ എന്നാണ് ചോദിച്ചത്. അലം തറ അന്നല്ലാഹ്, നീ കണ്ടില്ലേ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. മേഘരൂപീകരണവും അതിൽ നിന്ന് മഴ വർഷിക്കുന്നതൊക്കെ വല്ലാത്തൊരു നിഅമത്തായിട്ട്, ആയത്തായിട്ട്, ദൃഷ്ടാന്തമായിട്ട് അർഹമുറാഹിമായ റബ്ബ് നമുക്ക് പറഞ്ഞു തരിക. ഇതൊക്കെ അള്ളാൻ്റെ പ്രകാശ. ഇത് കണ്ടിട്ട് പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാൻ, അവൻ്റെ അടുത്ത് നിന്ന് അവൻ കാണിച്ചു തരുന്ന സന്മാർഗം മതിയെനിക്ക് എന്ന് തീരുമാനിച്ച് അത് പിൻപറ്റുവാൻ സന്നദ്ധരല്ലെങ്കിൽ മഹാ അന്ധകാരത്തിലായിരിക്കും നമ്മളെല്ലാവരും ചെന്ന് ചാടുക എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അങ്ങനെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളില്ലേ, ആ പ്രവർത്തനങ്ങളൊക്കെയും അവിടെ കാണാമെന്ന് മോഹിച്ച് ചെല്ലേണ്ടതില്ല. അതൊക്കെ മരുഭൂമിയിലെ ഒരു മരീചിക പോലെ ഇല്ലാതെയായി വെറും തോന്നൽ മാത്രമായി മാറും എന്നുകൂടെ താക്കീത് നൽകിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ 39 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഏറ്റവും വിശദമായിട്ട് പറയാൻ നമുക്ക് കഴിയില്ലത്. പടച്ചറബിൻ്റെ ഒരു ഉദാഹരണം അത് ഇന്നതാണ് എന്ന് തീർത്ത് പറയാനോ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനോ ഒന്നുമല്ല. എത്രമാത്രം പഠനങ്ങളും ഗവേഷണവും ഒക്കെ നടത്തുന്നുണ്ടോ അതിനനുസരിച്ച് പുതുതായിട്ട് കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് വളരെ നിസ്സാരമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്തുകളിൽ നിന്ന് ഏറ്റവും ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും തെറ്റുകളും ഒക്കെ അർഹമുറാഹിമായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. 40-ാമത്തെ ആയത്തിലും ഉദാഹരണം പറയുന്ന ആദ്യത്തെ 39-ാമത്തെ ആയത്തിൽ വന്ന മരീചിക പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറയുക. അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞാൽ കൂരിൽ ഇരുട്ടിലകപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്നും കാണാനുണ്ടാവില്ല, സ്വന്തം കൈകൾ പോലും പുറത്ത് കാണാൻ പറ്റാത്ത വിധത്തിൽ, പുറത്തെടുത്താൽ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഇരുട്ടിലാണ് ഇവർ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ പ്രകാശം വേണ്ടാന്ന് വെച്ചിട്ട് വലിയ പ്രകാശമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട് വേറെ പലതും. അവരൊക്കെ എത്തിപ്പെട്ടത് പൂർണ്ണമായും ഇരുട്ടിലാണ് എന്ന് അങ്ങനെ തന്നെ പറയുക. അതൊക്കെ എത്രയോ തവണ നമുക്ക് ലോകം നമ്മുടെ മുമ്പാകെ കാണിച്ചു തരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പ്രകാശം ഒരാൾക്ക് വേണം, വെളിച്ചം വേണം എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ കൊളുത്താൻ കഴിയുള്ളൂ, അല്ലാതെ വേറെ ഇല്ല. അതാണ് വമാ ലഹു മിന്നൂർ. അള്ളാഹു വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ വമാ ലഹു മിന്നൂർ. അള്ളാഹു ഒരാൾക്ക് വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഓൻക്ക് ഇടുന്ന വെളിച്ചം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് പടച്ചറബിൻ്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. വേറെ ഏതെങ്കിലുമൊക്കെ ആളുകൾ നിശ്ചയിച്ചു തരുന്ന പലജാതി കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ പിന്നാലെ പോകരുത്. സാമ്പത്തിക രംഗത്താണെങ്കിൽ അള്ളാഹു കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അല്ലേ, പലിശയുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം തരുന്നുണ്ട്. അരുത്, അത് വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, ഭയങ്കരമായിട്ട് ഹറാമാക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ വരും അതൊന്നും ഇപ്പോൾ നോക്കേണ്ടിയില്ല, പലിശ ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല വിചാരിച്ച് നടക്കുകയാണെങ്കിൽ വേറെ നിലക്കുള്ള ആ പ്രകാശം തരുന്ന ആൾക്കാർ പ്രകാശമെന്ന് വിചാരിച്ച് കൊടുക്കുകയാണത്. പക്ഷേ മഹാ അബദ്ധമാണെന്ന് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ശരിക്കും എല്ലാവർക്കും ബോധിപ്പിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ ഓരോ കാര്യവും നേരത്തെ പറഞ്ഞ പോലെ ലൈംഗികതയും സദാചാരവുമായി ബന്ധപ്പെട്ട കാര്യം, വേഷത്തിൻ്റെ കാര്യവും മുമ്പ് പറഞ്ഞില്ലേ നമ്മൾ, സിനിമ പിന്നെ നിർമ്മാതാവ് അവിടെ പർദ്ദ ഇട്ട് പോവേണ്ടി വരികയാണ്. ആ സ്ത്രീ അന്ന് അവിടെ ഒരു ഇത് നടക്കാൻ വേണ്ടി പർദ്ദ ഇട്ട് പോവേണ്ടി വരിക എന്നുവെച്ചാൽ അവർ ഒരു അർത്ഥത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വെളിച്ചമല്ല, ഇരുട്ട് മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ എന്നതിനെ സംബന്ധിച്ചാണ് ആ സൂചിപ്പിച്ചത്. ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി റഹ്മാൻ റബ്ബിൻ്റെ പ്രകാശം സ്വീകരിക്കുവാനും അത് നാട്ടിൽ, ഈ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രചരിപ്പിക്കുവാനും നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ എല്ലാ തെറ്റുകളും
കുറ്റങ്ങൾ ഞങ്ങളുടെ വീഴ്ചകളെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. റഹ്മാൻ റബ്ബേ, പരിശുദ്ധ ഖുർആൻ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നിൻ്റെ തൃപ്തി നേടുവാനും ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ ഞങ്ങൾ നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. പലരും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. പടസറബെ, നീ നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. അതിനെല്ലാം ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളോട് മർദ്ദകരായ അനീതിയുടെയും അഴിമതിയുടെയും അക്രമത്തിൻ്റെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും ധാരാളക്കണക്കിന് ആളുകളെ നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ റബ്ബേ. അള്ളാഹു, ഈ ദുനിയാവിലെ ജീവിതകാലത്ത് അവർ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ സന്തോഷിപ്പിക്കണമേ റബ്ബേ. അവരുടെ എല്ലാ ദോഷങ്ങളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, പരിശുദ്ധ റമദാൻ ഞങ്ങളുടെ മുമ്പാകെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാൻ റബ്ബേ, വിശുദ്ധ ഖുർആനിൻ്റെ മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ചൈതന്യത്തോടുകൂടി അതിനേറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. അതിലൂടെ എല്ലാവിധ പുണ്യങ്ങളും നേടിയെടുക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, പാപങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ മുക്തരാക്കണമേ റബ്ബേ. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.